ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം അത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. നിങ്ങളൊരു ക്യാറ്റ് പാരൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു ക്യാറ്റ് ലവർ ആണെങ്കിൽ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് വരെ കാണണം. ബിക്കോസ് ഈ വീഡിയോ ക്യാറ്റ് റിലേറ്റഡ് ആണ്. എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചിലപ്പം ചിലർക്ക് അറിയുമായിരിക്കാം ഞാൻ പൂച്ചകളെ എനിക്ക് എത്രത്തോളം ഇഷ്ടമാണ് എന്നുള്ളത് എൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. ഐ ലവ് പൂച്ചകൾ. അപ്പോൾ ഞാൻ അങ്ങ് ദുബായിൽ നിന്ന് വരുമ്പോൾ, ബടായി പറയല്ല, ഞാൻ ദുബായിൽ നിന്ന് വരുമ്പോൾ മനുഷ്യന്മാരെക്കാട്ടിലും പ്രയോറിറ്റി കൊടുത്തത് എൻ്റെ പൂച്ചകൾക്കാണ്. അതിൻ്റെ ഒരു ഗാർഡിയൻ എന്നുള്ള നിലക്ക് അവരെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി കൊടുക്കേണ്ടത് എൻ്റെ കടമയാണ്. ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. സോ ഞാൻ ദുബായിൽ വരുമ്പോൾ വീട്ടിൽ സാധനം കൊണ്ടുവരുന്നതിനെക്കാട്ടിലും എൻ്റെ പൂച്ചകൾക്കുള്ള സാധനങ്ങളാണ് കൊണ്ടുവന്നത്. ആ സാധനം എന്താണെന്നുള്ളത് ഞാൻ കാണും. എൻ്റെ കയ്യിലുള്ള ക്യാഷ് ഏത് വഴിക്കാണ് ചിലവായി പോണത് എന്ന് എൻ്റെ വീട്ടിൽ വന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഓര് പറയാം എൻ്റെ പൂച്ചകൾക്ക് ഞാൻ സാധനം വാങ്ങിയാണ് എൻ്റെ കയ്യിലുള്ള ക്യാഷ് തീർക്കണത് എന്നാണ്. സത്യമാണ്. എന്തെങ്കിലും വെറൈറ്റി സാധനങ്ങൾ, ഫുഡ് ഐറ്റംസ് എല്ലാം കണ്ടാൽ ഞാൻ അവരെ വിശക്കുന്ന വയറല്ലേന്ന് വിചാരിച്ച് ഞാൻ വിശപ്പിലാണെങ്കിലും ഞാൻ ഓർക്ക് വാങ്ങിക്കൊടുക്കും. അങ്ങനെ ഞാൻ ജസ്റ്റ് ദുബായിൽ മാളുകളിൽ തെണ്ടി നടക്കുമ്പോഴാണ് ക്യാറ്റ് ഫുഡ് കണ്ടത്. അപ്പോൾ ഞാൻ ഒന്നും നോക്കിയില്ല. എൻ്റെ പൂച്ചകൾ കഴിക്കുകയാണെങ്കിൽ അങ്ങ് റിച്ച് ഫുഡ് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ദുബായിൽ നിന്ന് ഇറക്കുമതി ചെയ്തു. അപ്പോൾ അത് റിലേറ്റഡ് ഉള്ള വീഡിയോ ആണ്. പൂച്ചസാറ് സംഭവം ഭീകരനാണെങ്കിലും അവർക്ക് ഒറ്റയ്ക്ക് പാസ്പോർട്ട് എടുത്ത് പോയിട്ട് ക്യാറ്റ് ഫുഡ് അവിടെ പോയി വാങ്ങാൻ കഴിയില്ല. നമ്മൾ കൊണ്ടുപോകണം, എന്നാലും ഓക്കെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആഗ്രഹം വന്നാൽ നമുക്ക് വിദേശത്ത് പോവാം, അങ്ങനെ പല ഫുഡ് ഐറ്റംസ് കഴിക്കാം. അപ്പോൾ ഓർക്ക് അതിന് കഴിവില്ലാത്തതിനെ കൊണ്ട് ഞാനത് വാങ്ങി ഓർക്ക് കൊണ്ടുവന്നു. അപ്പം അത് കാണാം. ഞാനിതെൻ്റെ ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്തത്. ഫ്രിഡ്ജ് ഫുള്ളി ചെമ്മീനാണ്. ഇതെങ്കിൽ പോകുമ്പോൾ അച്ചാറിടാനുള്ള ഐറ്റംസാണ്. കുറച്ച് നമ്മൾ തൊലിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തൊലിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം. ഈ സംഭവം വന്നപ്പോഴേ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതാണ്, പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റിലെത്തി. എന്നാലും ഓക്കെ, കുഴപ്പമില്ല. ഇപ്പോൾ ഇതിലെ ചെമ്മീൻ കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് ഞങ്ങൾ ഫ്രിഡ്ജ് ടൂർ കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഫ്രിഡ്ജ് ടൂർ എന്ന് പറയും. അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് ടൂർ ചെയ്യാം. സംഭവം കോമഡി ആവും. എൻ്റെ പല ഐറ്റംസും ഉണ്ട് ഫ്രിഡ്ജിൽ. കം ഇവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടുവരുന്നത്. ഇപ്പോൾ മനസ്സിലായില്ലോ. അല്ല തലയിടണക്ക പത്തു. എന്താടാ അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ അവർക്ക് ബാക്കിയുള്ളതും കൂടി കൊടുക്കട്ടെ.